മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നടന്ന ഭീകരമായ മതപരിവർത്തന നീക്കങ്ങളെക്കുറിച്ചും സംഘടിത ലൈംഗിക വേട്ടയെക്കുറിച്ചും ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ത്യയിലെ സകല മനുഷ്യരെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. 2022 മുതലുള്ള 4 വർഷങ്ങളായി നടന്ന ഈ സംഘടിത വേട്ടയിൽ ഗോപാൽ എന്ന യുവാവ് ഗുൽഷനായി മാറിയതിൻ്റെ തെളിവുകളും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. മലേഷ്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിവാദ മതപ്രഭാഷകനിലേക്കാണ് ഈ ആസൂത്രിത മതം മാറ്റത്തിൻ്റെ കണ്ണികൾ നീളുന്നത് എന്നും അന്താരാഷ്ട്ര ഭീകരന്മാരുടെ സഹായം പ്രതികൾക്ക് ലഭിച്ചു എന്നും ഇവരുമായി പ്രതികൾ വീഡിയോ കോൾ വിളിച്ചു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നാസിക് സിറ്റി പോലീസിലെ 7 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും SITയുടെയും ഒരു സംഘമാണ് TCSലെ ഈ മാഫിയ സംഘത്തിൻ്റെ ഗൂഢപ്രവർത്തനങ്ങളുടെ ചുരുളഴിച്ചത്. പോലീസിലെ ഈ 7 വനിതാ ഓഫീസർമാർ ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് തൊഴിലാളികളുടെ വേഷത്തിൽ ആഴ്ചകളോളം TCSൽ ജോലി ചെയ്യുകയും ആസൂത്രണത്തിലെ മുഖ്യകണ്ണിയായ നിധാഖാൻ ഉൾപ്പെടെയുള്ള ഈ ശൃംഖലയിൽപ്പെട്ടവർ എങ്ങനെയാണ് മറ്റ് പെൺകുട്ടികളെ സ്വാധീനിക്കുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും ക്ലീനിങ് സ്റ്റാഫായി വേഷമിട്ട് നടന്ന് അവർ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഒരു മലേഷ്യൻ തീവ്രവാദ പ്രഭാഷകന്റെ സ്വാധീനം ഇവർക്കുണ്ടായിരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. TCS നാസിക്കിൽ അസാധാരണമായ എന്തോ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന ലഭിച്ചതോടെയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. വേഷം മാറി സ്ഥാപനത്തിൽ എല്ലായിടത്തും പ്രവേശനം നേടുന്നതിനും സംശയം ജനിപ്പിക്കാതെ ജോലിക്കാരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. 2026 ഫെബ്രുവരിയിൽ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള പ്രാരംഭ പരാതികൾ ഉയർന്നു വന്നതിന് ശേഷം ആരംഭിച്ച രഹസ്യ നിരീക്ഷണം 40 ദിവസം നീണ്ടുനിന്നു. എല്ലാം നിരീക്ഷിച്ച് വിലയിരുത്തിയ ശേഷം അവർ തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ നാസിക് പോലീസ് കമ്മീഷണർ ശ്രീ സന്ദീപ് കാർണിക്കിനെ വിവരങ്ങൾ അറിയിച്ചു. തൽഫലമായി കേസിൽ ആദ്യ FIR മാർച്ച് 25 രജിസ്റ്റർ ചെയ്തു. കേസിലെ നിർണായകമായ തെളിവുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങേയറ്റം ഉദ്യോഗജനകമായ ഈ അണ്ടർ കവർ മിഷൻ അവർ വിജയകരമായി പൂർത്തിയാക്കിയത്. പോലീസിന്റെ 40 ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിൻ്റെയും വനിതാ ഉദ്യോഗസ്ഥരുടെ അണ്ടർ കവർ ഓപ്പറേഷന്റെയും ഫലമായി നാസിക് TCSൽ നടന്ന മതപരിവർത്തന നീക്കങ്ങളുടെയും സംഘടിത ലൈംഗിക വേട്ടയുടെയും ചുരുള് അഴിയുകയായിരുന്നു. ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന നിധാഖാനെ ചുറ്റിപ്പറ്റിയാണ് നിഗൂഢമായ പല കാര്യങ്ങളും വെളിയിൽ വരാനുള്ളത്. കേവലം ടെലികോളർ മാത്രമായി ജോലിയിൽ പ്രവേശിച്ച നിധാഖാൻ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഈ സ്ഥാപനത്തിൽ ഇത്ര വലിയ സ്വാധീനം ഉണ്ടാക്കിയത് എങ്ങനെ എന്നതാണ് ഇപ്പോൾ ഗൗരവമായി അന്വേഷിക്കുന്നത്. ഇന്ത്യയൊട്ടുക്കുമുള്ള എല്ലാ IT സ്ഥാപനങ്ങളിലും ഇത്തരം നീക്കങ്ങളെക്കുറിച്ച് ശക്തമായ അന്വേഷണത്തിനാണ് ദേശീയ ഏജൻസികൾ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. TCS കേസിൽ ആരെയും വെറുതെ വിടില്ല എന്നും താൻ ആഴത്തിൽ ആശങ്കാകുലനാണ് എന്നും നാസിക് ടാറ്റ കൺസൾട്ടൻസി സർവീസ് കേന്ദ്രത്തിൽ നടന്ന ലൈംഗിക ചൂഷണവും നിർബന്ധിത മതപരിവർത്തനവും സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ തേടിയിട്ടുണ്ട് എന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നത് കൂടുതൽ ഗുരുതരമായ വസ്തുതകളായിരിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. സ്ഥാപനത്തിലെ 8 സ്ത്രീകളും ഒരു പുരുഷനും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്ന് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയായ നിധാഖാൻ അടക്കമുള്ള 8 പേർക്കെതിരെ കേസെടുക്കുകയും അതിൽ ഡാനി ഷെയ്ഖ്, തൗസീഫ് അട്ടാർ, ഷാഫി ഷെയ്ഖ്, ആസിഫ് അൻസാരി, റസാം മേമൻ, ഷാരൂഖ് ഖുറേഷി, അശ്വിൻ ചൈനാനി എന്നീ 7 പുരുഷന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിധാഖാന് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. വരും ദിവസങ്ങളിൽ അറിയാം ഈ കേസ് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന്.